ഹായ്, ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു മോഡലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. സിംഗിൾ സ്റ്റോറി വീട്, 3 ബെഡ്റൂം, ഒറ്റ നിലയിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു റിക്വസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട്, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമുക്കിതിൻ്റെ ലെഫ്റ്റും റൈറ്റും വ്യൂകൾ കൂടി നോക്കാം. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് വ്യൂ വരുന്നത്. ഓരോ സൈഡും ഇതിൻ്റെ 3 വശവും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ബെഡ്റൂം ഉള്ളത് 3 ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ കൂടി ഇന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഈ ഒരു വ്യൂകൾ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ പ്ലാനിലോട്ട് കിടക്കാം. ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. പറഞ്ഞ പോലെ തന്നെ 3 ബെഡ്റൂം അടക്കം എല്ലാ ഫെസിലിറ്റിയും ഉൾപ്പെടെയുള്ള ഒരു വീടാണ് ഈ ഒരു വീട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിംഗിൾ ഫ്ലോറിൽ ഒറ്റ നിലയിലായിട്ടാണ് ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് നോക്കാം. സിറ്റ് ഔട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഒരൊറ്റ പില്ലർ പോലും വരുന്നില്ല. കംപ്ലീറ്റ് ക്യാൻറ്റിലിവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമുക്കിതിൻ്റെ സിറ്റ് ഔട്ട്. അടുത്ത് വരുന്നത് നമുക്ക് പോർച്ചാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജിൽ തന്നെ പോർച്ചാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ഡോറ് കാണാം. ഈ പോർച്ചിൽ നമുക്ക് കിച്ചണിലോട്ടുള്ള എൻട്രിയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോർച്ച് കഴിഞ്ഞ് നേരെ ലിവിങ് ഹാളിലോട്ട് എൻ്റർ ചെയ്യാം. ലിവിങ് ഹാളിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഏരിയയാണ് ലിവിങ് ഹാൾ വരുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ പറകോള കൊണ്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വുഡൺ ചെയ്യാം, അതല്ല നിങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാം, ബ്രിക്ക് വെച്ച് ചെയ്യണമെങ്കിൽ ബ്രിക്ക് വെച്ചും ചെയ്യാം. നമുക്ക് ഇഷ്ടാനുസരണം പാർട്ടീഷൻ ചെയ്യാം. അതുപോലെ തന്നെ സ്ക്വയർ പൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം സൈസുള്ളൊരു ഏരിയയാണ് ലിവിങ് ഏരിയ. ഇനി ഇതിൽ നിന്ന് നേരിട്ടൊരു ആർച്ചിലൂടെ നമ്മൾ ഡൈനിങ് ഹാളാണ് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലതയുള്ളൊരു ഡൈനിങ് ഹാളാണ്. ഇതിൽ തന്നെ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേഡീസിന് സിറ്റ് ചെയ്യാനുള്ളത്. ഇവിടെയാണ് നമ്മൾ ഒരു 6-8 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് നമുക്കിതിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ലിവിങ്. ഈ ഫാമിലി ലിവിങ് നമ്മളൊരു ബാക്കിൽ ഒരു ഡെക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് ആ ഡെക്കിലോട്ട് നമ്മളൊരു ഡോർ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇതുപോലെ സ്ക്വയർ പൈപ്പോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറകോള ടൈപ്പ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഇവിടെ ഒരു കോഫി ടേബിൾ എന്തെങ്കിലും ഇട്ടുകൊണ്ട് രാത്രിയിലൊക്കെ ജസ്റ്റ് റിലാക്സിങ് ഏരിയ ആയിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ തന്നെ കയറി. ഇതിൽ നിന്ന് നമ്മളൊരു കോമൺ സ്റ്റെയർ കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. നമ്മൾ എലിവേഷനിൽ സ്റ്റെയർ റൂം കാണിച്ചിട്ടില്ല. എലിവേഷനിൽ നമ്മൾ സ്റ്റെയർ റൂം കാണിച്ചിട്ടില്ല. ഇതാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. ഈ സ്റ്റെയറിൻ്റെ താഴെ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഇതാണ് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഒരു പാസേജ് കടന്ന് നേരെ ബെഡ്റൂമിലോട്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതായി കാണുന്നതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഓക്കെ, ഇനി പ്ലാനിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ബെഡ്റൂമിലോട്ടല്ല ബാത്റൂമിൽ നിന്നും എൻട്രി വരുന്നത്. ഈ പാസേജിലോട്ടാണ് ബാത്റൂമിൽ നിന്നും എൻട്രി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട് പണി ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എൻട്രി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. വേറെ നിവൃത്തിയില്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു വെറ്റ് ഏരിയ ഇവിടെ വരിക. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബെഡ്റൂമിലോട്ട് തന്നെ വെള്ളമൊക്കെ കയറി അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോറ് ഒഴിഞ്ഞ് ഈ ഒരു സൈഡിലോട്ട് പോയി, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ സ്പേസ് വേസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം.
ഇതാണ് ഒരു ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ളത് തന്നെയാണ് ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാനിലൂടെ തന്നെ പോവാം. അപ്പോൾ ഇനി ഗസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു, അടുത്തത് മറ്റൊരു ഗസ്റ്റ് ബെഡ്റൂം. പറഞ്ഞാൽ ഇതിൽ 3 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂം, ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ 3D ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. കൂടുതൽ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല, ഇൻറ്റീരിയറിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി പ്ലാനിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇനി ഈ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി പിന്നീട് നമുക്ക് ഈ വീടിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത് ഒരു മോഡുലാർ കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ മോഡുലാർ കിച്ചണാണ്. നിങ്ങൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിവിടെ ക്ലോസ് ചെയ്താൽ മതി. ഇത് നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കിച്ചണിലോട്ട് എൻ്റർ ചെയ്ത് ഇതാണ് മോഡുലാർ കിച്ചൺ വരുന്നത്. ഓക്കെ, അത്യാവശ്യം സൈസുള്ളൊരു കിച്ചണാണ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയ, ഈ വർക്ക് ഏരിയ വീടിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടോ ഭംഗി കുറവോ ഒന്നും ഈ വീടിനെ ബാധിക്കുന്നില്ല. കാര്യം പോർച്ച് അവിടെ ഉണ്ടായത് കാരണമാണ്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ വർക്ക് ഏരിയ വരുന്നത്, ഇത്രയും ഏരിയ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് എക്സിറ്റ് വരുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ്, കാർ പോർച്ചിലോട്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ലേഡീസിന് വരുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ടിലൂടെ വരുന്ന ലേഡീസിന് ഇവിടെ ആണുങ്ങൾ ഇരിക്കുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് കാരണം ലേഡീസിന് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിലൂടെ തന്നെ കിച്ചണിലൂടെ കയറി അകത്തോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഏരിയയാണ് ഈ ഒരു വീടിന്, ഇത്രയും ഫെസിലിറ്റീസ്, എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീടാണ് ഈ ഒരു വീട്. ടോട്ടൽ 3 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. സിംഗിൾ സ്റ്റോറി വീടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റൈൽ പറയുകയാണെങ്കിൽ കണ്ടംപററി ബോക്സ് ടൈപ്പ് സ്റ്റൈലാണ് ഈ ഒരു വീട് വരുന്നത്. താരതമ്യേന സ്ലോ പ്രൂഫ് വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറഞ്ഞൊരു മോഡലാണ് ഈ ഒരു വീട്, ഈ ഒരു മോഡലും വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലോട്ട് റിക്വയർമെൻറ്റും ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും നമുക്ക് നോക്കാം. ഈ ഒരു വീട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡിങ് കാർ പോർച്ച് അടക്കം, നമുക്ക് ഡെക്ക് എക്സ്ക്ലൂഡിങ് ആണ്. ബാക്കിൽ നമ്മളെ കാണിച്ച ആ ഡെക്ക് അത് കൂട്ടാതെ, അത് ജസ്റ്റ് നമുക്ക് വീടിൻ്റെ പുറത്താണ് വരുന്നത്. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഏരിയ വരുന്നത് അത് ജസ്റ്റ് ഈ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അവിടെ പറകുളച്ച് മോഡിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ടോട്ടൽ വരുന്നത് 1122 സ്ക്വയർ ഫീറ്റാണ്. 1122 ഇത്രയും ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഏരിയ 1122, അതായത് 1122 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്, 3 ബെഡ്റൂം അടക്കം. ഇനി ഇതിൻ്റെ മിനിമം പ്ലോട്ട് റിക്വയർമെൻറ്റ് വരുന്നത് 5 സെൻറ്റ് മിനിമം പ്ലോട്ടുള്ളവർക്ക് ഈ ഒരു വീട് ചെയ്യാവുന്നതാണ്. അതായത് 5 സെൻറ്റ് മിനിമം പ്ലോട്ട് വേണം ഈ ഒരു വീടിന് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മറ്റു കാര്യങ്ങളും മറ്റു വിശദ വിവരങ്ങളും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് മറ്റു കൺസൾട്ടിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.